ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഉള്ളി ചമ്മന്തിയാണ്. അപ്പോൾ ഞാൻ 150 ഗ്രാമിൻ്റെ കൊച്ചുള്ളിയും 6 പൊല്ല് പൂണ്ടും 2 തക്കാളി കട്ടാക്കി എടുത്തത്, 2 സവാള കട്ടാക്കി എടുത്തത്, വലിയ സവാളയാണ് കേട്ടോ. പിന്നെ ഒരു 5-6 പച്ചമുളക് അരിഞ്ഞെടുത്തത്, ഒരു കപ്പെന്ന് വെച്ചാൽ എൻ്റെ കൈ ചെറിയ കപ്പിന് 1 കപ്പ് കറിവേപ്പില. അപ്പോൾ ഇതിന് കൂടുതൽ നിങ്ങൾ എടുക്കണമെന്ന് വെച്ചാൽ എടുത്തോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചീനിച്ചട്ടി ചൂടാക്കിയിട്ട് അതിൽ 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇത് എണ്ണയിൽ വഴണ്ട് വരണം, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ 5 സ്പൂൺ എണ്ണ ഒഴിച്ചു. അത് ചൂടായി കഴിഞ്ഞതിന് ശേഷം ആദ്യം ഞാൻ സവാളയാണ് ഇട്ട് വഴട്ടുന്നത്. ഈ സവാള ഒരു 1/4 ഭാഗം വെന്തതിന് ശേഷമേ കൊച്ചുള്ളിയെ അതിലോട്ട് ഇടാവൂ. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വഴട്ടണ്ട. ആദ്യം സവാള വഴണ്ടതിന് ശേഷം ഈ കൊച്ചുള്ളി ഇട്ടാൽ മതി. സവാള നിങ്ങൾക്ക് കൊച്ചുള്ളി ഇല്ല, സവാള മാത്രമേ ഉള്ളൂ എന്ന് പറയാം, സവാള എടുക്കുക. സവാള മാത്രമായിട്ട് നമ്മൾ ഈ ചമ്മന്തിക്ക് എടുക്കുമ്പം ഒരു ചെറിയ ഊറൽ മധുരം കാണും. അതിന് വേണ്ടിയാണ്, അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് കൊച്ചുള്ളിയും കൂടെ ഇതിൽ ചേർക്കുന്നത്. പിന്നെ വെളുത്തുള്ളി ആകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടെ ഇടുമ്പോൾ നമുക്ക് ആ ചമ്മന്തിയുടെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് ദോശയ്ക്ക്, ഇഡ്ഡലിക്ക് ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ നോർമലായിട്ട് തേങ്ങാ ചമ്മന്തിയല്ലേ കൂടുതൽ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഒന്ന് മാറ്റി പിടിക്കാമല്ലോ ഇങ്ങനെ ഉള്ളിയൊക്കെ ഉള്ള സമയത്ത്. ഇപ്പോൾ ഉള്ളിയൊക്കെ വില കുറവാണ്. ഈ സമയത്ത് നമ്മൾ ഉള്ളി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പം ഒരു വെറൈറ്റി ആയിട്ട് ഇരിക്കത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ചമ്മന്തിയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇപ്പോൾ നമ്മുടെ സവാള നല്ലപോലെ നല്ലപോലെ എന്ന് വെച്ചാൽ ഒരു 1/4 ഭാഗം വഴണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ കൊച്ചുള്ളി എടുത്ത് ഇതിലോട്ട് ഇട്ട് അതും കൂടെ വഴട്ടുക. അപ്പോൾ ഈ കൊച്ചുള്ളി പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്, നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഈ ചമ്മന്തിക്ക് ആ കറക്റ്റ് ഉപ്പ് വേണം. കൂടവും ചെയ്യരുത്, ഉപ്പ് കുറയവും ചെയ്യരുത്. ഈ കറക്റ്റ് ഭാഗത്തിന് ഉപ്പുണ്ടെങ്കിൽ ഈ ചമ്മന്തിയുടെ ആ ഉള്ളിയുടെ എല്ലാ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അതിനു വേണ്ടി ഞാൻ പറയുക. ചിലർക്ക് ഉപ്പ് കറക്റ്റ് വേണ്ട, ചിലർക്ക് ആകുമ്പം ഉപ്പ് ഇച്ചിരി കുറഞ്ഞ് വേണം. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉപ്പ് കുറഞ്ഞ് വേണമെന്ന് പറയുന്നവരുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഉപ്പിടുക. ഒത്തിരി ഉപ്പിടണ്ട, എന്നാലും നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പങ്ങ് ഇട്ടിട്ട് അതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ പിന്നെ നമ്മൾ തക്കാളിയും അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് വഴട്ടണം. ഇപ്പോൾ ഇത് ഒരു മിനിറ്റോ 2 മിനിറ്റോ ഇതുപോലെ കൈ കൊണ്ട് നല്ലപോലെ ഇളക്കി വഴറ്റിയതിന് ശേഷം ഇനി നമ്മൾ അടച്ചു വെക്കാം. ഇപ്പോൾ തക്കാളി ഇല്ല, എൻ്റെ കയ്യിൽ തക്കാളി ഇല്ല. അപ്പോൾ ഞാൻ എന്തോ കൊടുക്കണം? ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പിഴിപുളി ഇല്ലേ, പിഴിപുളി. അപ്പോൾ ആ പിഴിപുളി ഈ ഡബിളോളിക്കായുടെ ചെറിയ സൈസില്ലേ, പഴുത്തതല്ല, ഈ കായായിട്ട് വരത്തില്ലേ, പരുവം വരുന്നതിന് മുമ്പ് ഒരു ചെറിയ സൈസ് വരും. അല്ലെങ്കിൽ ഈ മിളകിനെക്കാട്ടിലും 2 കുരുമുളക് പിടിച്ച് വെച്ചാൽ അങ്ങനെ ഇരിക്കും. അതിനെക്കാട്ടിലും ഇച്ചിരി കൂടുതൽ പുളിയുങ്ക് ഇട്ടുകൊള്ളുക. ഇട്ട് കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പം, അടച്ച് വെക്കുമ്പം നല്ലപോലെ ശ്രദ്ധിക്കണം, തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ 2-3 മിനിറ്റ് കഴിയുമ്പം നമ്മൾ അതെടുത്ത് നോക്കിയപ്പം ഈ പരുവത്തിനായി. ഈ പരുവത്തിൽ ഈ തക്കാളിയൊക്കെ നല്ലപോലെ കുഴഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഈ പരുവമാകുമ്പം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കറിവേപ്പില ഇട്ട് വഴട്ടുക. ഈ കറിവേപ്പില മാത്രമല്ല ഇതിനകത്ത് ഇടാൻ പറ്റുന്നത്, നമുക്ക് മല്ലിയില ഇടാം, പുതിന ഇടാം. ഇപ്പോൾ കറിവേപ്പില എത്ര എടുത്തിട്ടുണ്ടോ അതേ രീതിയിൽ മല്ലിയിലയും പുതിനയും ഇതിനകത്ത് ഇട്ട് വഴട്ടി ചെയ്യാം. പിന്നെ ഇതിൽ ചിലർ ഇഞ്ചി ഇടും, പക്ഷേ ഇഞ്ചി ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. ഈ ഉള്ളിയുടെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ ഇഞ്ചി ചേർക്കാത്തത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നവർ ഇഞ്ചി ചേർത്തുകൊള്ളുക. നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഇഞ്ചി ചേർത്തുകൊള്ളുക. എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇഞ്ചി ചേർക്കുന്നില്ല. ചേർത്ത് കഴിയുമ്പോൾ അത് വേറെ ടേസ്റ്റാണ് നമുക്ക് കൊടുക്കുന്നത്. പിന്നെ ഇതെല്ലാം കൂടെ നല്ലപോലെ വഴണ്ട് വന്ന് കഴിയുമ്പം 1 സ്പൂണ് മുളക് പൊടി. ഒരുപാട് എരിയില്ലാത്ത പൊടിയാണെങ്കിൽ 1 സ്പൂൺ ധാരാളം നിങ്ങൾ ഇടാം. ഇല്ല, നല്ല എരിവുണ്ട് എൻ്റെ മുളകിന് എന്ന് പറയുകയാണെങ്കിൽ 1/2 സ്പൂൺ മുളക് ഇടാം കേട്ടോ, മുളക് പൊടി ഇടാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ പച്ചമുളക് ആൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്
അര സ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതിയെന്ന്. ഞാൻ യൂസാക്കുന്ന മുളക് പൊടിക്ക് വലിയ എരിയൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ കുറച്ച് ഇടുന്നത്. ഇപ്പോൾ നമ്മുടെ നല്ലപോലെ വഴണ്ട്, കുറച്ചല്ല ഒരു സ്പൂൺ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ നല്ലപോലെ വഴണ്ട് ഈ പരുവം ആയിക്കഴിയുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫാക്കി ഇത് തണുക്കാൻ വെക്കണം കേട്ടോ. ഇത് അടുക്കി പിടിക്കരുത്, ചട്ടിയിൽ കങ്ങി അങ്ങനെയൊന്നും ആകരുത്. ദയവായി ഇതിനകത്ത് വെള്ളം ഒഴിച്ച് നിങ്ങൾ വഴട്ടരുത്, അപ്പം ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇത് ഓഫാക്കി ഇത് തണുക്കാൻ വെക്കണം. തണുക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ മിക്സിയിലോട്ട് മാറ്റുക. മിക്സിയിലോട്ട് മാറ്റി കഴിഞ്ഞിട്ട് ആ ചീനിച്ചട്ടിയിൽ അവിടെ ഇവിടെയൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ലേ, അത് പോകാൻ വേണ്ടി ഒരു 1/4 ഗ്ലാസ്സിന് താഴെ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇതിലോട്ട് ഒഴിക്കുക. ഒഴിച്ചിട്ട് ഇത് നല്ല നൈസായിട്ട് അരച്ചെടുക്കരുത്, ഒരു ചെറിയ ഒരു തരിയായിട്ട് ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് ഇത് ഒരു ബൗളിലോട്ട് മാറ്റി കടുക് വറുത്ത് അതിലോട്ട് ഒഴിക്കുക. ഇത് ഇഡ്ഡലിക്ക് അടിപൊളിയാണ്, ദോശയ്ക്ക് അടിപൊളിയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലിടണേ.